സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഹൊയാനിലേക്കുള്ള യാത്രയാണ്. ഹൊയാൻ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരാതന നഗരം. സിൽക്ക് ലാൻഡേൺസിൻ്റെ ഭംഗിയും അത് കണ്ടുകൊണ്ടുള്ള ബോട്ട് റൈഡും, ലെതർ ബാഗുകളും കസ്റ്റമൈസ്ഡ് വസ്ത്രങ്ങൾക്കും, കേൾവി കേട്ട നൈറ്റ് മാർക്കറ്റും രാത്രി കാഴ്ചകളുള്ള ഹൊയാൻ. മാർക്കറ്റിനകത്തേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടില്ല. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ വരുന്ന വലിയ വാഹനങ്ങളെല്ലാം അവിടെ പാർക്കിംഗ് യാർഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം നടന്നു വേണം മാർക്കറ്റിനകത്തേക്ക് പോകാൻ. ഈ മുംബൈയിലും പുറകിലും പോകുന്നവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ കണ്ടാലറിയാം, പഴയ കെട്ടിടങ്ങളാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഹൊയാൻ നഗരം 17-ാം നൂറ്റാണ്ട് മുതൽ പല രാജ്യങ്ങൾ ഇവിടെ കച്ചവടം നടത്തിയിട്ടുള്ളതാണ്. ആ കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നതും. പുതിയവ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പഴയ രീതിയിൽ തന്നെയാണ് അവർ ആ കെട്ടിടങ്ങളെല്ലാം പണി കഴിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇതാണ് മീറ്റിംഗ് പോയിന്റ്. ഇവിടെ ഇത് മാർക്കറ്റിൻ്റെ തുടക്ക ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായി ഒരുപാട് ടൈലറിങ് ഷോപ്പുകളൊക്കെ ഉണ്ട്, ബ്യൂട്ടി പാർലറുകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പേരുകളൊക്കെ അടയാളം വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് പോയിന്റ് കാണിച്ചു തന്നിരിക്കുന്നത്. ഓപ്പോസിറ്റുള്ള കെട്ടിടം കാണുമ്പോൾ തന്നെ അറിയാം, പഴയ മോഡലുള്ള കെട്ടിടമാണ്. ഇവിടെ നിന്ന് ഈ നേരെ ആ റോഡിലേക്ക് കൂടെ നടന്നാൽ സിറ്റി സെൻറ്ററിലെത്തും. 1.25 മണിക്കൂറാണ് ഇവിടെയെല്ലാം ചിലവഴിക്കാനായിട്ടുള്ള സമയം കിട്ടിയിരിക്കുന്നത്. പോണ വഴിക്കെല്ലാം ഇതുപോലെ നിറയെ കടകളാണ്, എല്ലാം കസ്റ്റമൈസ്ഡ് ടൈലറിങ് ഷോപ്പുകളാണ്. നമുക്ക് നമ്മുടെ അളവിൽ നമുക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ അളവെടുത്ത് അവരപ്പം തന്നെ തയ്ച്ചു തരും. കൂടാതെ ധാരാളം സ്പാകളും മസാജ് സെൻ്ററുകളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. കൂടുതലും ഇതുപോലുള്ള വസ്ത്ര ഷോപ്പുകളാണ് ഇവിടെ കാണുന്നത്. ഇങ്ങോട്ടേക്ക് വലിയ വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല. ചെറിയ ബൈക്കുകളോ ഈ കടകളിൽ വരുന്നവരുടെ സൈക്കിളുകളോ മാത്രമേ കാണുന്നുള്ളൂ. സിറ്റി സെൻറ്ററിലായിട്ടാണ് കൂടുതൽ കടകളും ലാൻഡേൺ ഷോപ്പുകളും ബോട്ട് റൈഡും ഒക്കെ ഉള്ളത്. ജപ്പാനീസ് ബ്രിഡ്ജും ആ ഭാഗത്തായിട്ടാണ്. ഈ കാണുന്നത് ഒരു ചൈനീസ് ടെമ്പിളാണ്. പണ്ട് പല രാജ്യങ്ങളിൽ നിന്ന്, ചൈന, ഇന്ത്യ, മലേഷ്യ, പല രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവട സഞ്ചാരികൾ പോർട്ട് വഴി, കപ്പൽ വഴി ഈ ഹൊയാനിലാണ് വന്നിറങ്ങി ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തി. ഒരു ഇടകലർന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. ചൈനീസുകാരുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഗുജറാത്തികളുണ്ട്. അവരുടെയൊക്കെ വംശപരമ്പരകൾ ഇവിടെ ഇപ്പോഴും തുടർന്നു പോകുന്നു. ഇവിടെയുള്ള സംസ്കാരവും ഫുഡും എല്ലാം ഇടകലർന്നതാണെന്നാണ് അതിശയകരമായൊരു കാര്യം.
ഇതിലെ ഏത് വഴി വേണേലും തിരിഞ്ഞു പോകാം. എല്ലാം ആ ബോട്ടിംഗ് പോയിൻ്റായ സെൻറ്ററിലേക്ക് തന്നെയായിരിക്കും ചെന്നെത്തുന്നത്. ഇവിടെ കെട്ടിടങ്ങൾ കാണുമ്പോഴേ അറിയാം ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്റ്റിൻ്റെ നല്ല പ്രഭാവം ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ മറ്റു പല രാജ്യങ്ങളിലും പല കച്ചവടക്കാരും ഇടുന്നതായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളുടെയും ആർക്കിടെക്റ്റുകളുടെ ഒരു സമന്വയം ഇവിടെ കാണാൻ പറ്റും. കൂടുതലും വസ്ത്ര ഷോപ്പുകളും തുകൽ നിർമ്മിതികളും, അതായത് തുകൽ കൊണ്ടുള്ള ബെൽറ്റ്, ചെരുപ്പ്, ബാഗ്, പലതരം ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, ഷോൾഡർ ബാഗുകൾ, അതുപോലുള്ള കടകളാണ് കൂടുതലും. പിന്നെ ചെറിയ ചെറിയ മിനി മാർട്ടുകളും ഒക്കെയാണ് ഈ ഭാഗത്തൊക്കെയും കാണപ്പെടുന്നത്. കടകളെല്ലാം മിക്കതും 2 നിലകളാണ്. പക്ഷെ എല്ലാം പഴയ മോഡൽ മരവും അതുപോലെ നമ്മൾ ഈ ഓടുമൊക്കെ വെച്ച് ചരിച്ച് ഉണ്ടാക്കിയ തരത്തിലുള്ള പഴയ രീതിയിലുള്ള നിർമ്മിതികളും, അതും നിറയെ ഇങ്ങനെ പടർത്തുന്ന ചെടികളൊക്കെ പടർത്തി നല്ല പൂക്കൾ, നല്ല സുഗന്ധമുള്ള പൂ നിറയെ പിടിച്ചിരിക്കുന്ന ചെടികളൊക്കെ പടർത്തി നല്ല മനോഹരമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കെട്ടിടങ്ങളുടെയും ഭിത്തികളുടെ നിറം മഞ്ഞയാണ്. മഞ്ഞയെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറിൻ്റെ ഒരു മഞ്ഞയാണ്. എല്ലാം ഒരേപോലുള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ഒന്നിനു പോലും മാറ്റി അടിച്ചതായിട്ട് കാണുന്നില്ല. ആകെ ആ ചൈനീസ് ടെമ്പിളിൻ്റെ ഭാഗത്ത് മാത്രമാണ് ചുമന്ന പെയിൻറ്റുകൾ കാണുന്നത്. ബാക്കി എല്ലാം മഞ്ഞ കളർ, ഓറഞ്ച് കളറിൻ്റെ മഞ്ഞ കളറിലാണ്, ഒരേ നിറത്തിലാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഒരേപോലത്തെ റൂഫിങ്, ഈ ചൈനീസ് ടെമ്പിളിൻ്റെ റൂഫിങ് മാത്രമേ ഇത്തിരി വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെ. ഇവിടെ മട്ടാഞ്ചേരി മാർക്കറ്റിലൊക്കെ കാണുന്ന പോലത്തെ കെട്ടിടങ്ങളാണ് കൂടുതലും കാണുന്നത്. ഒരുപക്ഷെ അന്ന് ഇന്ത്യയിൽ നിന്ന് വന്നവർ കെട്ടിയ കെട്ടിടങ്ങളാവാം. എന്നാൽ അതുപോലെ തന്നെ അവരതിൻ്റെ ആർക്കിടെക്റ്റ് ചെയ്തതാകാം. അതേപോലെ തന്നെ അതിന് രണ്ടാമത് പണിതതും ആകാം. കാരണം 17-ാം നൂറ്റാണ്ടിൽ കെട്ടിയ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് ക്ഷയിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെയുള്ള കെട്ടിടങ്ങൾ കണ്ടിട്ട് അത്ര ക്ഷയോന്മുഖമായ അല്ലെങ്കിൽ ഒരു ക്ഷയിച്ചിരിക്കുന്ന തരത്തിലാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത് തീർച്ചയായും ഇവരിത് പുതുക്കി പണിതിട്ടുണ്ടാവും. മരങ്ങളും കല്ലുകളും ഒക്കെ അതേ തന്നെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതേപടി തന്നെ വേറെ കൊത്തുപണികൾ ചെയ്തോ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലത് കാണുന്നത് ചൈനീസ് രീതിയിലുള്ളവയാണ്, ചിലത് കറക്റ്റ് വിയറ്റ്നാമീസ് സ്റ്റൈലിലുള്ളതാണ്, ചിലത് കണ്ടാൽ ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ വിവിധ തരത്തിലുള്ള ആർക്കിടെക്റ്റുകളുടെ വിസ്മയമാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. എങ്ങോട്ട് നോക്കിയാലും അതുപോലുള്ള കെട്ടിടങ്ങളാണ് കാണാനുള്ളത്. 1 നിലയുള്ളവയുണ്ട്, 2 നിലയുള്ളവയുണ്ട്. മിക്കതും ഇപ്പോൾ ഇതുപോലുള്ള ഷോപ്പുകളും കോഫി ഷോപ്പുകളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. വിയറ്റ്നാമിൽ ഇവിടെ ഈ മാർക്കറ്റ് വന്നപ്പോൾ എടുത്തു പറയേണ്ടതാണ്, കോഫി ഷോപ്പുകൾ ഒരുപാട് തരമുണ്ട് ഇവിടെ. വസ്ത്രങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ കൂടുതലും വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കോട്ട്, സ്യൂട്ട് ഇതൊക്കെയാണ് കൂടുതലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ തയ്ച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ വിയറ്റ്നാമീസ് സ്റ്റൈലിലുള്ള ഡ്രസ്സുകളും തയ്ച്ചു കൊടുക്കാനുള്ള അതിൻ്റെ ഒരു അവർ ആ മുമ്പിൽ വെച്ചിരിക്കുന്നതല്ല, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ആ രീതിയിൽ അത് ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ അളവെടുത്ത് തുണി വെച്ച് തയ്ച്ചു തരും. കൂടാതെ ബാഗുകൾ, അത് 1-2 ഒരുപാട് കടകളുണ്ട്. ഇതിൻ്റെ കടകളെല്ലാം അടയ്ക്കുന്ന പഴയ മോഡൽ, ഇങ്ങനെ പലകയിട്ട് അടയ്ക്കുന്ന തരത്തിലുള്ള കടകളാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്.
പല സംസ്കാരങ്ങളുടെ ഇടകലരുക എന്ന് പറയുമ്പോൾ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഭാഷയിലും എല്ലാം അത് പ്രകടമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉപയോഗ രീതികളും അതായത് ഉപയോഗ സാധനങ്ങൾ വെച്ചിരിക്കുന്ന കണ്ടാലും വിയറ്റ്നാമീസ് സ്റ്റൈലും ചൈനീസ് സ്റ്റൈലും എല്ലാം മിക്സ്ഡ് ആയതുപോലെയാണ്. വസ്ത്രങ്ങളും അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈലും ഒക്കെ മിക്സ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫുഡ് ക്ലാസ്സസുകളുണ്ട്. അതായത് കുക്കിംഗ് ക്ലാസ്സസുകൾ. നമുക്ക് ഏതുതരം ഭക്ഷണം ഉണ്ടാക്കാനറിയാം, ഏതുതരം ഭക്ഷണം ചെയ്യാൻ പഠിക്കാം, അതൊക്കെ നമുക്ക് ഇതിനകത്ത് ക്ലാസ്സസുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ഡ്രസ്സുകളാണെങ്കിൽ തന്നെയും പല മോഡലുകളിലുണ്ട്. പണ്ടത്തെ പഴയ കെട്ടിടം ഇതുപോലെ നല്ല നിറയെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു കോഫി ഷോപ്പാക്കിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഷൂസ് ബാഗൊക്കെ ഇരിക്കുന്നു, വലിയ കടകളാക്കിയിരിക്കുന്നു. അതിൻ്റെ ഇതിലിങ്ങനെ പടർത്തിയിരിക്കുവാണ് നല്ല മണമുള്ള ഒരു ചെടി. നല്ല സുഗന്ധമുണ്ട് ഇതുവഴി നടന്നു പോകുമ്പോൾ. ഇവിടെ മുതൽ നല്ലപോലെ ലാൻറ്റേൺസ് കാണാൻ തുടങ്ങി. നിറയെ ലാൻറ്റേൺസ് തൂക്കിയിട്ടൊരു കട. മടുപ്പ് തോന്നാത്തൊരു നടത്തമാണ്. കാരണം ഒരുപാട് കാഴ്ചകൾ കണ്ട് നല്ല സുഗന്ധമുള്ള കാറ്റ്, നല്ല ലിവ്ലിയാണ്. എല്ലാവരും ഉത്സാഹത്തോടെ ഷോപ്പിംഗ് ചെയ്യാനും കാഴ്ചകൾ കാണാനുമായിട്ട് നടക്കുന്നു. പിന്നെ ഇവിടുത്തെ ഡ്രസ്സുകളുടെ കാര്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടൺ ഡ്രസ്സുകൾ കിട്ടും. ഷർട്ടുകളൊക്കെ ഒരുപാട് തരം നല്ല കോട്ടൺ ഷർട്ടുകൾ കിട്ടും. അഫോർഡബിളായ പ്രൈസുകളാണ്, വലിയ കൂടിയ പ്രൈസൊന്നുമല്ല, അഫോർഡബിളാണ്. നല്ല തരത്തിലുള്ള തുണിത്തരങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് കണ്ടെടുത്തോളം. നമ്മൾ നേരെ നടന്ന് ആ ബോട്ടിങ്ങുള്ള ഭാഗത്തെത്തി. അവിടെ വന്നപ്പോൾ നിറയെ ചെറിയ ചെറിയ കടകളും നിറയെ ലാൻറ്റേൺസ് തൂക്കിയ നിറയെ ബോട്ടുകളും. ഈ ബോട്ടുകളിൽ കയറി നമുക്കിത് മൊത്തം ചുറ്റിയടിച്ച് വരാം. കറുത്ത ആകാശത്ത് നിറമുള്ള നക്ഷത്രങ്ങൾ വാരി വെതറിയ പോലെ ലാൻഡേൺസുമായിട്ടുള്ള ബോട്ടുകൾ ഇങ്ങനെ ചെതറി കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതാണ് ഹോയാനിലെ രാത്രി കാഴ്ച. ഈ കാഴ്ച നമുക്ക് രാത്രി വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. പകല് ഇത്ര തെളിച്ചത്തിൽ ഇത്ര ലാൻഡേൺസോടെ കൂടി ഒരു ഭംഗി ഉണ്ടാവില്ല, ഒന്നും അത്ര ഇതായിട്ട് കാണില്ല. പക്ഷേ ഈ രാത്രി സമയത്ത് ഈ കാഴ്ച, ഈ ബോട്ടിലിങ്ങിലെ ലൈറ്റ്, ഇങ്ങനെ അങ്ങിങ്ങായിട്ടുള്ള ഈ ലൈറ്റുകളും ഒക്കെ കാണാൻ എന്ത് രസം നോക്കിയേ. അതിൻ്റെ അടുത്ത് തന്നെ ബോട്ടിങ്ങിനെ കുറിച്ചും ബോട്ടിങ്ങിൻ്റെ റേറ്റിംഗ് കൊടുക്കാനായിട്ടുള്ള ആളുകൾ, നമ്മൾ ഏത് ബോട്ട് വേണം, എത്ര റേറ്റുള്ളത് വേണം, എത്ര പേർക്ക് ഇത്ര റേറ്റ് എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് പേര് അവിടെ ഒരു ബോർഡൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇതൊന്ന് ചുറ്റി കാണാമെന്ന് കരുതി.
ഇതിൻ്റെ സൈഡിലും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇവിടെ കൂടുതലും ലാൻഡേൺ ഷോപ്പുകളാണ് കാണുന്നത്. പിന്നെ പഴയതാ ഒരു കെട്ടിടം കണ്ടോ, പഴയ മോഡൽ കെട്ടിടമാണ്. അതിന് ചുറ്റും ഇങ്ങനെ വെളുത്ത ലൈൻ പോലെ കൊടുത്ത് ആ പഴയ മോഡൽ, ഏത് മോഡൽ, വിയറ്റ്നാമീസ് സ്റ്റൈലാണെന്ന് തോന്നുന്നു. അങ്ങനെ പലതരത്തിലുള്ള കെട്ടിടങ്ങളും ഈ സൈഡിലുണ്ട്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും.